നികുതി പിരിവുകാരനായ സക്കായി. സക്കായിയുടെ കഥ ഒരു മാറ്റത്തിൻ്റെ, ക്ഷമയുടെ, യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ കഥയാണ്. യെരിഹോയിൽ സക്കായി ഒരു മുഖ്യ നികുതി പിരിവുകാരനായിരുന്നു. അന്നത്തെ കാലത്ത് നികുതി പിരിവുകാർ ജനങ്ങൾക്കിടയിൽ വെറുപ്പിക്കപ്പെട്ടവരായിരുന്നു. കാരണം അവർ പലപ്പോഴും അധികം പിരിവ് സ്വന്തം കയ്യിൽ വെച്ചിരുന്നു. സക്കായിക്ക് ധനമുണ്ടായിരുന്നു, പക്ഷേ അത് സത്യസന്ധതയും നല്ല ബന്ധങ്ങളും നഷ്ടപ്പെടുത്തി നേടിയ സമ്പത്തായിരുന്നു. യേശു യെരിഹോവിലൂടെ കടന്നു പോകുമ്പോൾ സക്കായിക്ക് അവനെ കാണണമെന്ന് തോന്നി. എന്നാൽ വളർച്ചയിൽ കുറിയവൻ ആകകൊണ്ട് ജനക്കൂട്ടത്തിന് മുകളിലൂടെ കാണാൻ കഴിയില്ലായിരുന്നു. യേശുവിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് അവൻ മുന്നോട്ട് ഓടി ഒരു അത്തിവൃക്ഷത്തിൽ കയറി. ഈ ചെറിയ പ്രവൃത്തി തന്നെ യേശുവിനെ കാണാനുള്ള അവൻ്റെ ആകാംക്ഷ തെളിയിച്ചു. എല്ലാവർക്കും അത്ഭുതമായി. യേശു മരത്തിൻ കീഴെ നിന്ന് മുകളിലേക്ക് നോക്കി സക്കായിയെ പേരു പറഞ്ഞു വിളിച്ചു. "സക്കായി, ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കും." ഇത് കേട്ടപ്പോൾ ജനങ്ങൾ ഞെട്ടി. പാപിയുടെ വീട്ടിൽ എങ്ങനെയാണവൻ പോകുന്നത് എന്നവർ വിചാരിച്ചു. എന്നാൽ യേശു മനുഷ്യരുടെ പുറമേ കാണുന്നില്ല, ഹൃദയമാണ് കാണുന്നത്. യേശുവിൻ്റെ സ്നേഹവും അംഗീകാരവും സക്കായിയുടെ ഹൃദയം സ്പർശിച്ചു. ഉടൻ തന്നെ അവൻ മാനസാന്തരപ്പെട്ടു. "എൻ്റെ സമ്പത്തിൻ്റെ പകുതി ദരിദ്രർക്ക് കൊടുക്കാം. ആരെയെങ്കിലും വഞ്ചിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി മടക്കി കൊടുക്കാം" എന്ന് പ്രഖ്യാപിച്ചു. യേശുവുമായുള്ള സമാഗമം അവൻ്റെ ഹൃദയവും ജീവിതവും പൂർണ്ണമായി മാറ്റി. ഈ കഥയുടെ പാഠം: യേശു നമ്മെ കാണുന്നു, നമ്മെ സ്നേഹിക്കുന്നു, നമ്മെ മാറ്റാനുള്ള ശക്തി അവനുണ്ട്. എത്ര വലിയ പാപിയായാലും ആരും രക്ഷയിൽ നിന്ന് പുറത്തല്ല. സത്യമായ മാനസാന്തരത്തോടെ ദൈവത്തിങ്കൽ മടങ്ങുമ്പോൾ അവൻ ക്ഷമിക്കുന്നു, പുതിയൊരു ജീവിതം തരുന്നു. ആ ദിവസം സക്കായിയുടെ വീട്ടിൽ രക്ഷ വന്നു. കാരണം യേശു നഷ്ടപ്പെട്ടവരെ അന്വേഷിച്ച് രക്ഷിക്കാനാണ് വന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.